കേരളത്തിൽ ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് പ്രഖ്യാപിക്കും. ഡൽഹിയിൽ ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനമുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിലാവും തീയതി വരിക. കേരളത്തിൽ വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് ശേഷം ഏപ്രിൽ 3-ാം വാരത്തിലാകും വോട്ടെടുപ്പെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. മെയ് ആദ്യ വാരം മിക്കവാറും ഫലപ്രഖ്യാപനവും വരും. പ്രഖ്യാപനത്തിന് മുന്നേ കേരളത്തിൽ രാഷ്ട്രീയ ചൂട് കനത്തു വരുന്നുവെന്ന് നമ്മുടെ രാഷ്ട്രീയ കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നു. മധ്യ കേരളത്തിലെ സ്ഥാനാർത്ഥി ചർച്ചയെക്കുറിച്ച് നമുക്കൊപ്പം ചേരുന്നു വിഷ്ണു സുരേഷ്. അതുപോലെ വടക്കൻ കേരളത്തിലെ വിവരങ്ങൾ നൽകാൻ ദീപക് തർപ്പണം കൂടി ചേരും. ആദ്യം വിഷ്ണു സുരേഷിലേക്ക്. വിഷ്ണു, വിവരങ്ങൾ. തെരഞ്ഞെടുപ്പ് തീയതി വന്നാൽ മതി, ബാക്കിയെല്ലാം സജ്ജമാണ് എന്നുള്ളതാണ് മുന്നണികൾ പറയുന്നത്. മധ്യ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ 2 തെരഞ്ഞെടുപ്പുകളിലും ഇടത് തരംഗം ആഞ്ഞടിച്ചപ്പോഴും UDF ഒരു വലിയ പരിക്കുകൾ പറ്റാത്തൊരു സ്ഥലമാണ് മധ്യ കേരളം. അത് ഇത്തവണയും തുടരാൻ പറ്റും. ആ മേൽക്കൈ ഇത്തവണ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് UDF പങ്കുവെക്കുന്നത്. പക്ഷേ അവർക്ക് കീറാമുട്ടിയാവുന്നത് ഈ സീറ്റ് വിഭജന ചർച്ചയാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങളാണ്. 10 സീറ്റുകളാണ് കേരള കോൺഗ്രസിന് കഴിഞ്ഞ തവണ മത്സരിക്കാൻ വേണ്ടി വിട്ടു നൽകിയത്. പക്ഷേ ഇത്തവണ അത്രയധികം സീറ്റുകൾ വിട്ടു നൽകാനാവില്ല എന്നാണ് കോൺഗ്രസിന്റെ ഒരു നിലപാട്. പ്രത്യേകിച്ച് ഇടുക്കി, കുട്ടനാട് പോലുള്ള സീറ്റുകൾ തിരികെ വേണമെന്ന ആവശ്യം, അതോടൊപ്പം തന്നെ കോട്ടയത്തെ 2-3 സീറ്റുകൾ തിരികെ വേണമെന്ന ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ സീറ്റ് വിട്ടു നൽകിയിട്ടുള്ള ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമുള്ളത്. അതാണ് UDFിലെ സീറ്റ് വിഭജനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താത്തത്. പക്ഷേ UDF തെരഞ്ഞെടുപ്പ് നയിക്കുന്ന VD സതീശനായിട്ട് വലിയ കോൺഫിഡൻസിലാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യത്തെ 40 സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കാനാകും എന്ന പ്രതീക്ഷ അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. LDFിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ G സുധാകരൻ ഇഫക്റ്റ്. അത് ജില്ലയിലുടനീളം, അതായത് ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയിൽ മാത്രം ഒതുങ്ങുമോ അതല്ലെങ്കിൽ ജില്ലയിലുടനീളം ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ആലപ്പുഴയിൽ CPM നേതൃത്വം ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സംസ്ഥാന നേതാക്കളെ ഇറക്കിക്കൊണ്ടുള്ള ക്യാമ്പയിനുകളായിരിക്കും അമ്പലപ്പുഴയിൽ പ്രതീക്ഷിക്കുന്നത്, LDF നടത്താൻ ഉദ്ദേശിക്കുന്നത്. തൃശ്ശൂരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നാട്ടികയാണ് ഒരു വലിയ പ്രതിസന്ധിയായി മുന്നണികൾക്ക് നിൽക്കുന്നത്. അവിടെ CC മുകുന്ദൻ, അദ്ദേഹം കോൺഗ്രസിന്റെ UDFിന്റെ സ്ഥാനാർത്ഥിയായി എത്തുമോ അതല്ല എങ്കിൽ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അദ്ദേഹത്തെ നേരിടാൻ വേണ്ടി LDFും അവിടെ സജ്ജമായി നിൽക്കുന്നു. അങ്ങനെ മുന്നണികളൊക്കെ തയ്യാറെടുക്കുന്നു. NDAയിലേക്ക് വന്നാൽ അവർ പ്രത്യേകിച്ച് മധ്യ കേരളത്തിലൊരു വലിയ കുതിച്ചുചാട്ടത്തിന് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോട്ടയവും എറണാകുളവുമാണ് അവർ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലം. എറണാകുളത്ത് തന്നെ അവർ A ക്ലാസ് മണ്ഡലമായി കരുതുന്നത് തൃപ്പൂണിത്തുറയാണ്. അവിടെ 2020 മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പോലും അവിടെ ഒരു ശക്തമായ പ്രകടനം പുറത്തെടുക്കാൻ പറ്റും എന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. മുന്നണികളൊക്കെ സജ്ജമാണ്. വൈകിട്ട് തെരഞ്ഞെടുപ്പ് തീയതി വന്നാൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി വീണ്ടും വടക്കൻ കേരളത്തിലെ രാഷ്ട്രീയ നീക്കങ്ങളെ കുറിച്ച് പറയാൻ ദീപക് തർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നു. പറയൂ ദീപക്. SKN വടക്കൻ കേരളമായിരിക്കും ഒരു ട്രബിൾ ഷൂട്ടർ ഈ തെരഞ്ഞെടുപ്പിൽ. കാരണം ആര് കേരളം ഭരിക്കും എന്ന് തീരുമാനിക്കുന്നത് മഞ്ചേശ്വരം മുതൽ അങ്ങ് ഒറ്റപ്പാലം വരെ കിടക്കുന്ന നീണ്ടു നിവർന്നു കിടക്കുന്ന മലബാറിലെ മണ്ഡലങ്ങളിലെ ആർക്കൊക്കെ മേൽക്കൈ എന്നുള്ളതിലാണ് ഏറ്റവും ഘടകമാകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ 3-ാം ഊഴത്തിന് ധർമ്മടത്തു നിന്നും അംഗത്തിനിറങ്ങുന്നു. അതേ സമയത്ത് തന്നെ KPCC പ്രസിഡന്റ് അവരുടെ ഏറ്റവും കരുത്തുറ്റ മണ്ഡലമായ പേരാവൂരിൽ നിന്നും അംഗത്തിനിറങ്ങുന്നു. UDFിന്റെ ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും 4000 വോട്ട് കിട്ടിയതാണ്. അവിടെയാണെങ്കിൽ ഒരു ട്രിബിൾ ഷൂട്ടറായി സർജിക്കൽ സ്ട്രൈക്ക് ഓപ്പറേഷന്റെ ഭാഗമായി KK ശൈലജയെ ഇറക്കുന്നു എന്നുള്ളതാണ്. KK ശൈലജ അവിടെ മത്സരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം, 25 വർഷം മുമ്പ് KK ശൈലജ പേരാവൂരിൻ്റെ MLA ആയിരുന്നു. പിന്നീടാണ് മണ്ഡല പുനർനിർണ്ണയം നടക്കുന്നു. അവർ കൂത്തുപറമ്പിലേക്ക് പോയി മത്സരിച്ച് അന്നത്തെ സിറ്റിംഗ് മന്ത്രിയെ പരാജയപ്പെടുത്തി ആരോഗ്യമന്ത്രിയാവുന്നു, KP മോഹനെ പരാജയപ്പെടുത്തിയിട്ട്. മറ്റൊന്ന്, മഞ്ചേശ്വരം മണ്ഡലം BJPയെ സംബന്ധിച്ചിടത്തോളം BJP A ഗ്രേഡ് മണ്ഡലമായി ഇക്കുറി അക്കൗണ്ട് തുറക്കുക എന്ന ലക്ഷ്യത്തിൽ കാണുന്ന മണ്ഡലമാണ്. K സുരേന്ദ്രൻ അവിടെ മാസങ്ങളായി ക്യാമ്പ് ചെയ്യുന്നു. വലിയ വിജയ പ്രതീക്ഷയിലാണ് ദേശീയ നേതൃത്വം നേരിട്ട് BL സന്തോഷ് ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ തന്നെ നേരിട്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് മഞ്ചേശ്വരത്തെ കാര്യങ്ങൾ നീക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 3 മുന്നണിയും എല്ലാ അർത്ഥത്തിലും വടക്കേ മലബാർ ഫോക്കസ് ചെയ്യുന്നു. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊന്നാപുരം കോട്ട എന്ന് പറയാവുന്നത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ്. ആ ജില്ലകളിൽ പയ്യന്നൂരിൽ ചെറിയ വിള്ളൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അതിനെ അതിജീവിക്കാൻ സാധിച്ചു. തെക്കൻ കേരളത്തിൽ G സുധാകരൻ ഇഫക്റ്റ് എങ്കിൽ വടക്കൻ കേരളത്തിൽ അതിനേക്കാൾ അപ്പുറം K സുധാകരൻ ഇഫക്റ്റ് ഉണ്ടാകുന്നു. ഹൈക്കമാൻഡിന് കൃത്യമായ അന്ത്യശാസനം നൽകിക്കൊണ്ട് ഇനി ഡൽഹിയിലേക്കില്ല, മത്സരിക്കാൻ കണ്ണൂർ നിയമസഭയിൽ അവസരം നൽകണം എന്ന നിലപാടിൽ ഉറപ്പിച്ചാണ് K സുധാകരൻ. ഏത് എക്സ്ട്രീം സ്റ്റെപ്പിലേക്കും പോകും. അങ്ങനെ മലബാറിൽ രാഷ്ട്രീയം ഇളകി മറിയുകയാണ് SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.